ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇൻട്രാഡേയിലെ മോർണിംഗ് സെല്ലിംഗ് സ്ട്രാറ്റജിയെ പറ്റിയിട്ടാണ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇൻട്രാഡേയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന, അതും രാവിലെ സെല്ലിംഗ് മാത്രമാണ് ഈ സ്ട്രാറ്റജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബൈയിങ് നമ്മൾ ചെയ്യില്ല, സെല്ലിംഗ് മാത്രമാണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ നമുക്ക് സിഗ്നൽ ലഭിക്കുന്നത്. അപ്പോൾ അതിനുള്ള സ്ട്രാറ്റജി എന്താണ് എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് ഈ സ്ട്രാറ്റജി എന്തുകൊണ്ട് വർക്ക് ചെയ്യും എന്നുള്ള ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷന് കൂടി അതിൻ്റെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഫോർ എക്സാമ്പിൾ നമുക്ക് നാളെയാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നാണ് നമ്മൾ മാർക്കറ്റ് നോക്കേണ്ടത്. അതായത് ഇന്നത്തെ ക്ലോസിങ്ങിന് ശേഷം, അതായത് നമ്മൾ 3:15 അല്ലെങ്കിൽ 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ NSEയുടെ വെബ്സൈറ്റിലേക്ക് പോകണം. നാളത്തെ ട്രേഡിനായിട്ട് NSEയുടെ വെബ്സൈറ്റിൽ ഇക്വിറ്റി സ്റ്റോക്സ് എന്നുള്ള സെക്ഷൻ നമ്മൾ എടുക്കേണ്ടതാണ്. എന്നിട്ട് അതിനകത്ത് F&O സ്റ്റോക്ക്, അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സ്റ്റോക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് NSEയുടെ വെബ്സൈറ്റിലെ ഫ്യൂച്ചർ ആൻഡ് ഇക്വിറ്റി സ്റ്റോക്ക് വാച്ച് എന്നുള്ള സെക്ഷൻ. ഇത് പഴയ വെബ്സൈറ്റാണ്, പുതിയ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. ഇതിന് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് നമുക്ക് അതിന് ഡിഫോൾട്ടായിട്ട് വരുന്ന Nifty 50 ആയിരിക്കും. നമുക്ക് F&O സ്റ്റോക്കുകൾ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് F&O സ്റ്റോക്സിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് വരും. ഇതിൽ നിന്ന് നമുക്ക് കണ്ടാലറിയാം ഈ പെർസെൻറ്റേജ് ചേഞ്ച് ഹയസ്റ്റ് ടു ലോവസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നത്തെ ദിവസത്തെ ആ ഒരു ലെവലിൽ സ്റ്റോക്കുകളെ സോർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് ഗ്രാനുൾസിൻ്റെ സ്റ്റോക്ക് കണ്ടാലറിയാം 4.32%, അതുപോലെ തന്നെ അപ്പോളോ ഹോസ്പിറ്റലിൽ 3.17%, അങ്ങനെ ഒരു ഡൗൺ ആയിട്ടുള്ള ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സ്റ്റോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഹൈ മൂവ് ചെയ്യുകയും എന്നാൽ ഓവറാൾ ഒരു 30 ദിവസത്തെ പീരീഡിൽ സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിൽ നിൽക്കുന്നതായിട്ടുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് 30 ദിവസത്തെ ഓവറാൾ മൂവ്മെൻറ്റ് നോക്കുമ്പോഴത്തേക്കും ഒരു ഡൗൺ ട്രെൻഡ് ആയിരിക്കണം. പക്ഷേ അന്നത്തെ ഒരു നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു ദിവസത്തെ ആ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് മുകളിലായിരിക്കണം, അപ്പായിരിക്കണം. അല്ല ഇനി ഒരു സിവിയർ ഡൗൺ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് എത്രയാണോ അത് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ പാസ്റ്റ് 365 ഡേയ്സിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ചും പാസ്റ്റ് 30 ഡേയുടെ പെർസെൻറ്റേജ് ചേഞ്ചും കാണും. നമ്മളിതിൽ നോക്കേണ്ടത്, ഇത് ഓൾറെഡി തന്നെ സോർട്ടഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു 30 ഡേ പെർസെൻറ്റേജ് ചേഞ്ച് നോക്കിയിട്ട് താഴേക്ക് വരണം. അപ്പോൾ നമുക്ക് കണ്ടാലറിയാം 6.51%, 5.35% എന്ന് പറഞ്ഞ് താഴേക്ക് കിടപ്പുണ്ടാവും. ഇതിൽ 30 ഡേ പെർസെൻറ്റേജ് ചേഞ്ച് നെഗറ്റീവിൽ നിൽക്കുന്ന ആദ്യത്തെ സ്റ്റോക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്ക് 30 ഡേയിൽ ഡൗൺ ട്രെൻഡ് ആയിരിക്കും, പക്ഷേ നമുക്ക് ഇൻട്രാഡേയിൽ അപ്പ് ട്രെൻഡ് ആവാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ നമുക്കിങ്ങനെ താഴേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് കാണുന്നത് -6.38% കാണുന്ന ഒരു സ്റ്റോക്കാണ്. ആ ഒരു സ്റ്റോക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ UBL ആണ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു സ്റ്റോക്ക് ഡൗൺ ട്രെൻഡ് തന്നെയാണോ നമുക്ക് നമ്മുടെ ചാർട്ടിൽ കൺഫേം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റോക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, UBLൻ്റെ സ്റ്റോക്ക്. അത് 1.06% ഇന്ന് അപ്പായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു അപ്പാവൽ നമുക്ക് ഡൗൺ ട്രെൻഡിൽ അറിയാം, നമുക്ക് ഡൗൺ ട്രെൻഡ് വെറുതെ ഡൗൺ ആയിട്ട് മാത്രം അങ്ങ് പോവില്ല, അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. അപ്പോൾ അതൊരു റീട്രേസ്മെൻറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊരു റീട്രേസ്മെൻറ്റ് ആവുകയും അടുത്ത ദിവസം അതിൻ്റെ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകാനും സാധ്യത ഉണ്ട് എന്നുള്ള കാൽക്കുലേഷനിലാണ് നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് UBLൻ്റെ ചാർട്ട് ഒന്ന് പരിശോധിക്കാം. ഇത് UBLൻ്റെ ഈ ഡെയിലി ചാർട്ടാണ്. നമ്മൾ ഈ ഒരു പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ അത് ചാർട്ട് ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ ഇതാണ് ഇന്നത്തെ ദിവസം ഡൗൺ ഓപ്പൺ ആയിട്ട് മുകളിലേക്ക് പോയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡെയിലി ചാർട്ടാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ചാർട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് പോയിരിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾ ഇതിലെ ഒരു ഇൻഡിക്കേറ്റർ കൂടി യൂസ് ചെയ്യണം. ഇത് വോളിയം ചാർട്ടാണ് ഞാൻ ഇൻഡിക്കേറ്ററായിട്ട് എടുത്തിരിക്കുന്നത്. അതായത് ഓരോ ക്യാൻഡിലിൻ്റെയും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള വോളിയം അതിന് തൊട്ട് താഴെ തന്നെ ചാർട്ടിൻ്റെ രൂപത്തിൽ വിഷ്വലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഈ ചാർട്ടിന് എത്ര ഉയരം ഉണ്ടാവും അത്ര വോളിയം കൂടുതലുണ്ടാവും എന്നർത്ഥം. അതുപോലെ തന്നെ ചാർട്ട് റെഡിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ക്യാൻഡിൽ റെഡിലാണെന്നുണ്ടെങ്കിൽ അത് ഡൗൺ വോളിയവും
ക്യാൻഡിൽ ഗ്രീനിലാണെന്നുണ്ടെങ്കിൽ അത് അപ്പ് വോളിയമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ ഒരു ചാർട്ട് ജസ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ഏറ്റവും വലിയ വോളിയൂംസ് എല്ലാം വന്നിരിക്കുന്നത് ഡൗണിലാണ്. അതായത് ഒരു 1000 സ്റ്റോക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 100 സ്റ്റോക്കുകൾ മാത്രമേ ഓവറോൾ വാങ്ങപ്പെടുന്നുള്ളൂ. ഏകദേശം അതുപോലെ, അതായത് കൂടുതൽ സ്റ്റോക്കുകളും വിൽക്കുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് ഈ ഒരു ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ നമ്മൾ വോളിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ റെഡിനേക്കാളുമൊക്കെ താഴെയുള്ള വോളിയം മാത്രമേ ക്രിയേറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതാണ് ആദ്യമായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു യുബെൽറ്റ് ചാർട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ റെഡിനേക്കാളും സ്ലൈറ്റ്ലി ഒന്ന് ഡൗൺ ആണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഡേയ്സിലെ താഴേക്കുള്ള സ്റ്റോക്കിൻ്റെ വോളിയം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്നത്തെ ഒരു അപ്പ് മൂവ്മെൻറ്റ് ഒരു വോളിയം വളരെ കുറവാണ്. അതിനർത്ഥം അതൊരു റീട്രേസ്മെൻറ്റ് മൂവ് ആവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റീട്രേസ്മെൻറ്റ് പീരീഡ് ഓവറായ ശേഷം ഡൗൺ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇതിനെ ഡൗൺ ട്രെൻഡിന് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്, അതായത് സെല്ലിങ്ങിന് വേണ്ടി ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ഐഡിയ. പിന്നെ ഇതിൻ്റെ പിന്നിൽ എന്തുകൊണ്ട് നമ്മൾ സെല്ല് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കൂടി ഒരു ലോജിക്കായിട്ടുള്ള റീസൺ ഉണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നോർമൽ മാർക്കറ്റുകളിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഏറ്റവും കൂടുതൽ സമയങ്ങളിലും സ്റ്റോക്ക് ഗ്യാപ്പ് അപ്പ് ചെയ്ത് ഓപ്പൺ ആവാറാണ് പതിവ്. അതായത് ഡൗൺ ആവുന്ന മാർക്കറ്റിൽ പോലും കൂടുതലും ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്യാനാണ് സ്റ്റോക്കുകൾ ശ്രമിക്കാറുള്ളത്. അതും ഗ്യാപ്പ് അപ്പിൻ്റെ പെർസെൻറ്റേജ്, കുറേ സ്റ്റോക്കുകൾ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവും, കുറേ സ്റ്റോക്കുകൾ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവും. അത് ഗ്യാപ്പ് അപ്പിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും ഏറ്റവും കൂടുതലുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു 100 അല്ലെങ്കിൽ 100 സ്റ്റോക്കുള്ളതിൽ ഒരു 70-75 സ്റ്റോക്കുകളും ഗ്യാപ്പ് അപ്പായിരിക്കും. അതിൽ ഒരു 5-10 സ്റ്റോക്ക് വളരെയധികം ഗ്യാപ്പ് അപ്പായിരിക്കും, 3%, 4%, 5% അപ്പായിരിക്കും. പക്ഷേ ഗ്യാപ്പ് ഡൗൺ ആവുന്ന സ്റ്റോക്കുകൾ ഒരു 1%, 1%-ൻ്റെ എറൗണ്ടൊക്കെ ആയിരിക്കും നമുക്ക് മാക്സിമം നിൽക്കുന്നത്. അതായത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഗ്യാപ്പ് അപ്പ് ആവുന്ന സ്റ്റോക്കുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ തന്നെ ഈ ഒരു ഡൗൺ ട്രെൻഡ് നിൽക്കുന്ന സ്റ്റോക്കുകളും അടുത്ത ദിവസം ഗ്യാപ്പ് അപ്പായ ശേഷം താഴേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നോർമൽ പ്രൈസിൽ നിന്ന് കുറേ കൂടെ ഹയർ ലെവലിലുള്ള പ്രൈസിൽ നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നതിനുള്ള ഒരു മെയിനായിട്ടുള്ള കാരണം. അപ്പം ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് സ്റ്റോപ്പ് ലോസും നമ്മുടെ ടാർഗറ്റ് എവിടെ സെറ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് പ്രീവിയസ് ഡേ, അതായത് ഇതാണ് പ്രീവിയസ് ഡേ വരുന്നത്, അടുത്ത ദിവസമാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വേണോ ട്രേഡ് ചെയ്യാം. ഏറ്റവും നല്ലത് AMO ഓർഡറായിട്ട് രാത്രി തന്നെ നമ്മൾ നെക്സ്റ്റ് ദിവസത്തേക്കുള്ള ഓർഡർ പ്ലേസ് ചെയ്ത് വയ്ക്കുന്നതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഓപ്പണിംഗ് ടൈമിൽ തന്നെ നമുക്ക് ആ ഒരു സ്റ്റോക്ക് ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഡൗൺ ട്രെൻഡാണ് സാധ്യത, അല്ലെങ്കിൽ നാളെ താഴേക്ക് പോകാനാണ് സാധ്യത എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ഒരു സെൽ മാർക്കറ്റ് ഓർഡർ AMO ഓർഡറായിട്ട് പ്ലേസ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഈ കാണുന്ന ക്യാൻഡിലിൻ്റെ ഹൈക്ക് തൊട്ട് മുകളിലായിട്ട് വയ്ക്കുക. അപ്പോൾ അഥവാ ഇനി എന്തെങ്കിലും ഇൻ കേസ് ഈ ഒരു സ്റ്റോക്ക് ഇതിന് മുകളിൽ ഒരുപാട് ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ആവുന്നതെന്നുണ്ടെങ്കിൽ വാങ്ങിയ പ്രൈസ് തന്നെ തിരിച്ചത് സെല്ല് ചെയ്ത് എക്സിക്യൂട്ട് ആയി പോവുകയായിരിക്കും ചെയ്തത്. അപ്പോൾ നമുക്ക് ലോസും ഉണ്ടാവില്ല, പ്രോഫിറ്റും ഉണ്ടാവില്ല. ഇനി അഥവാ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയില്ല, താഴെ തന്നെയാണ് ഓപ്പൺ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കുറവായിരിക്കും. അവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസിലായിരിക്കും. അതുപോലെ തന്നെ താഴേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ആ ഒരു കേസിൽ നമ്മുടെ പൊസിഷൻ ആക്റ്റീവായി നിലനിൽക്കുകയും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതെ നമുക്ക് താഴേക്കുള്ള മൂവ്മെൻറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒന്നുകിൽ നമുക്ക് വളരെ ചെറിയൊരു ലോസ് സംഭവിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു സാമാന്യം കുറച്ചുകൂടെ വളരെ വലിയൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും. നമുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 2 രീതിയിൽ ചെയ്യാവുന്നതാണ്. ടാർഗറ്റ് എൻഡ് ഓഫ് ഡേ വേണമെങ്കിൽ വയ്ക്കാവുന്നതാണ്. അപ്പോൾ വളരെ വലിയൊരു മൂവ്മെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ എത്ര വേണമെങ്കിലും പെർസെൻറ്റേജ് പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ്, എത്ര പെർസെൻറ്റേജാണ് നമുക്ക് വേണ്ടത്, 2-3% അല്ലെങ്കിൽ 1-2%, അത് ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് ടേക്ക് പ്രോഫിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്ട്രാറ്റജി. ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ, പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇത്രയൊക്കെ ഉള്ളൂ. ഐഡിയ ഇത് മാത്രമാണ്. ഒന്നാമത്തെ കാര്യം, മിക്കവാറും സ്റ്റോക്കുകളും ഗ്യാപ്പ് അപ്പാവും. അപ്പോൾ ഡൗൺ ട്രെൻഡ് നിൽക്കുന്ന സ്റ്റോക്ക്
കൺസോൾട്ടേഷൻ അപ്പോൾ നമ്മൾ എടുക്കുന്നതിന് കാരണം അതൊരു കൺസോൾട്ടേഷൻ കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം കൺസോൾട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം സ്റ്റോക്ക് കുറച്ചുകൂടെ ഡൗൺ ആവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പോൾ കൺസോൾട്ടേഷൻ തീർന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ഒരു കുറേ ഭാഗമെങ്കിലും കൺസോൾട്ടേഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അപ്പാവുന്ന സ്റ്റോക്കുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇനിയുള്ളത് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ടൈറ്റായിട്ട് ലഭിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് റിസ്കിൻ്റെ ഉള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 5 ലോസ് വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ രീതിയിൽ ലോസ് വന്നു കഴിഞ്ഞാലും നമുക്ക് വലിയൊരു ലോസ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ലോസ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഗ്യാപ്പ് ഒരുപാട് ഡൗൺ ആയി ഓപ്പൺ ചെയ്ത ശേഷം പിന്നെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമൊക്കെയാണ് നമുക്ക് ആ ഒരു ലോസ് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത്. അത് പക്ഷേ പ്രോബബിലിറ്റി വളരെ കുറവാണ്. കാരണം ഗ്യാപ്പ് ഡൗൺ ഒരുപാട് പെർസെൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇനി മൂവ് ചെയ്ത് ഗ്യാപ്പ് ഡൗൺ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ അത് തിരിച്ച് അത്രയും വീക്കായ സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടാം. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി ഓവറാൾ കൂടാനും നമ്മുടെ വിജയസാധ്യത കൂടാനും നമ്മുടെ സ്ട്രാറ്റജി സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വിജയസാധ്യത കൂടുതലായിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് ഓവറാൾ നിൽക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതും അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രാറ്റജി കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രാറ്റജി പറയാനായിട്ട് കാരണം. പറ്റുമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രാറ്റജിയുടെ ഒരു ലൈവ് വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ പറയാനുള്ളത്. ഇനി നമുക്ക് കഴിഞ്ഞ സ്ട്രാറ്റജിയിൽ നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, അതായത് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറയാം. ഷാനവാസ് കെ ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ട്: സെറോദ അക്കൗണ്ടിൽ ഇൻട്രാഡേ ഓർ MIC ചെയ്യുമ്പോൾ ഒരു ഷെയർ ബൈ ചെയ്താൽ സെൽ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒരേ ടൈമിൽ ഇടാൻ പറ്റുന്നില്ല, അങ്ങനെ ചെയ്യാൻ എന്ത് ചെയ്യേണ്ടേ? അപ്പോൾ അതിനൊരു ഒരാൾ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഓർഡർ പ്ലേസ് ആയിക്കഴിഞ്ഞാൽ ടാർഗറ്റിൽ ലിമിറ്റ് ഓർഡറും സ്റ്റോപ്പ് ലോസ് ഓർഡറും പ്ലേസ് ചെയ്യുക എന്നുള്ള മറുപടിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആൻസർ പറഞ്ഞിട്ടുള്ളത് നോർമൽ ഓർഡർ കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമത് പ്ലേസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പക്ഷേ ഷാനവാസ് ചോദിച്ചിരിക്കുന്നത് ഒരു ഓർഡർ പ്ലേസ് ചെയ്ത ശേഷം അതിൻ്റെ കൂടെ തന്നെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും എങ്ങനെ വയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ഉത്തരം വളരെ സിമ്പിളാണ്. നമുക്ക് ബ്രാക്കറ്റ് ഓർഡർ വയ്ക്കാവുന്നതാണ്. പക്ഷേ ബ്രാക്കറ്റ് ഓർഡർ വയ്ക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ മാർക്കറ്റ് ഓർഡർ ബ്രാക്കറ്റ് ഓർഡറിൽ വയ്ക്കാൻ പറ്റില്ല, ലിമിറ്റ് ഓർഡർ മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ ചെയ്യുന്ന കേസിൽ നമ്മുടെ മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടിയ വിലയ്ക്ക് ലിമിറ്റ് പ്രൈസ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് പ്രൈസിൽ ആ സ്റ്റോക്ക് എക്സിക്യൂട്ട് ആവുകയുള്ളൂ, അല്ലെങ്കിൽ ലിമിറ്റ് പ്രൈസായിട്ട് നിൽക്കും. സെൽ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസിനേക്കാളും താഴ്ന്ന പ്രൈസ് ലിമിറ്റ് പ്രൈസായിട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് മാർക്കറ്റ് ഓർഡറിൽ കിട്ടുകയുള്ളൂ. ഇതാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ബ്രാക്കറ്റ് ഓർഡറിൽ. ഈ ബ്രാക്കറ്റ് ഓർഡറിൽ നമുക്ക് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒരുമിച്ച് ഒറ്റ ഓർഡറിൽ തന്നെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓർഡർ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അടുത്ത് പറഞ്ഞാൽ സാജു വിക്കാണ് ചോദിച്ചിട്ടുള്ളത്: ഡു യു ഹാവ് എനി ട്രേഡിംഗ് കോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി ട്രേഡിംഗ് കോൾസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ തൽക്കാലം ഞാൻ സ്ട്രാറ്റജീസാണ് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റജീസ് വെച്ചിട്ട് ഇതൊക്കെ നമുക്ക് തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കി ട്രേഡിംഗ് കോൾസ് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ്. അടുത്തത് ആഷിപ്പി ചോദിച്ചിട്ടുള്ളത്: ഇപ്പോൾ ഇൻട്രാഡേ ലിവറേജ് എത്രയാണെന്നുള്ളത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഇൻട്രാഡേ ലിവറേജ് ഇൻക്ലൂഡിങ് കവർ ഓർഡേഴ്സിനും ബ്രാക്കറ്റ് ഓർഡേഴ്സിനും എല്ലാ ബ്രോക്കർമാരിലും കുറഞ്ഞിട്ടുണ്ട്. സെബിയുടെ പുതിയ റൂൾസ് കാരണം അത് ഇനിയും കുറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് അത്. അപ്പം അത് ഓരോ ബ്രോക്കറിനും ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം ഏറ്റവും സിമ്പിൾ നമ്മൾ ബ്രോക്കറുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുന്നതാണ് ഓരോ സ്റ്റോക്കിൻ്റെയും ഇൻട്രാഡേയിലും അതുപോലെ തന്നെ കവർ ഓർഡറിലും അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓർഡറിലും ഉള്ള മാർജിൻ അവരുടെ വെബ്സൈറ്റിലുണ്ടാവും. അല്ല നോർമലായിട്ടുള്ള മാർജിനാണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ സെറോദയുടെ വെബ്സൈറ്റിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർജിൻ അറിയാൻ പറ്റും. അപ്സ്റ്റോക്സിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർജിൻ അറിയാൻ പറ്റും. ഏത് ബ്രോക്കറുടെ കയ്യിലാണ് അക്കൗണ്ട് ഉള്ളത് അവരിലൊക്കെ നമുക്ക് മാർജിനായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി.